കോഴ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. ഓക്കെ, വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ പ്രാക്ടിക്കൽ ഫോമാണ് മീറ്റർ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അത് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ an unknown resistance or to compare two unknown resistances. ഒന്നുകിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ രണ്ട് അൺനോൺ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് മീറ്റർ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വീസ്റ്റൺസ് പ്രിൻസിപ്പിളാണ്. എന്താണ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ? ഓർമ്മയുണ്ടോ വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ എന്താണെന്ന്? SP/Q = R/S. അതാണ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ. അതുതന്നെയാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 1 മീറ്റർ ലോങ് വയറാണ്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ and of uniform cross-sectional area, and it is stretched between two thick metallic strips. രണ്ട് തിക്ക് മെറ്റാലിക് സ്ട്രിപ്സിൻ്റെ ഇടയിൽ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു മീറ്റർ ലെങ്ത് ഉള്ള യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു വയർ. അത് വയർ മെയ്ഡ് ഓഫ് അലോയ്, കോൺസ്റ്റൻറ്റൻ അല്ലെങ്കിൽ മാംഗനിൻ പോലുള്ള അലോയ്സ് ഉപയോഗിച്ചിട്ടാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ വയർ ഉണ്ടാക്കിയിട്ടുള്ളത്. കാണുന്നതാണ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഡയഗ്രാം. അതായത് വീസ്റ്റൺസ് ബ്രിഡ്ജ് തന്നെയാണ്, പക്ഷേ പ്രാക്ടിക്കൽ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയാം. ഇതിൽ നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് X ആണ്, ദാറ്റ് ഈസ് ഇൻ ഗ്യാപ്പ് G1. ദെൻ റെസിസ്റ്റൻസ് ബോക്സ് R, ഇത് നോൺ റെസിസ്റ്റൻസസ് ഉള്ള റെസിസ്റ്റൻസ് ബോക്സാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഇൻ ഗ്യാപ്പ് G2. ഈ ഗ്യാപ്പിലാണ് നോൺ റെസിസ്റ്റൻസ് ബോക്സ് ഉള്ളത്. ദെൻ SL ഓഫ് EMF E ആൻഡ് ദർ ഇസ് എ കീ K. ദിസ് സെൽ ആൻഡ് കീ കണക്റ്റഡ് ബിറ്റ്വീൻ A ആൻഡ് B. എന്താണ് A ആൻഡ് B? AB is the meter bridge wire. ഇതാണ് മീറ്റർ ബ്രിഡ്ജ് വയർ. 1 മീറ്റർ ലെങ്ത് ഉള്ള മീറ്റർ ബ്രിഡ്ജ് വയറാണ് AB. അപ്പോൾ A എന്ന ടെർമിനലാണ് സെല്ലിലേക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് L ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പാണ്. ഈ എൻഡിലും ഒരു L ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പ് ഉണ്ട്, അതേപോലെ മറ്റേ എൻഡിലും നിങ്ങൾക്ക് കാണാം L ഷേപ്ഡ് സ്ട്രിപ്പ്. ഇനി ഇത് നടുവിലുള്ള മറ്റൊരു കോപ്പർ സ്ട്രിപ്പാണ്. ഇവിടെ നമുക്ക് 3 ടെർമിനൽസ് കാണാം. ഈ 3 ടെർമിനൽസ് കണക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി D എന്ന ടെർമിനൽ, നടുവിലത്തെ ടെർമിനലാണ് D. അതിൽ നിന്ന് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ നമുക്കറിയാം, കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഗാൽവനോമീറ്റർ. ആൻഡ് ഗാൽവനോമീറ്റർ ജോക്കിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ജോക്കി എന്ന് പറയുന്ന ഒരു മൂവബിൾ കോണ്ടാക്ട്, ഒരു സ്ലൈഡിങ് കോണ്ടാക്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ജോക്കി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ജോക്കി ഈസ് മൂവ്ഡ് അലോങ് ദ മീറ്റർ ബ്രിഡ്ജ് വയർ. ഈ ജോക്കി എന്ന് പറയുന്നത് നമ്മൾ ഈ AB എന്നുള്ള വയറിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് മൂവ്ഡ് അലോങ് ദി വയർ ആൻഡ് വി ഫൈൻഡ് ദ പോയിൻറ്റ് ഓഫ് സീറോ ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്ന പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റിനാണ് ബാലൻസിങ് പോയിൻ്റ് എന്ന് പറയുക. അതിൻ്റെ ലെങ്ത്, ഈ AJ എന്ന് പറയുന്ന ലെങ്താണ് ബാലൻസിങ് ലെങ്ത്. അതായത് ഏത് ലെങ്തിനാണോ ഈ സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ദി ബാലൻസിങ് ലെങ്ത്. ഇനി നമ്മൾ പറഞ്ഞു വീസ്റ്റൺസ് പ്രിൻസിപ്പിളാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. ഈ വീസ്റ്റൺസ് ബ്രിഡ്ജുമായിട്ട് നമുക്കിതെങ്ങനെ കമ്പയർ ചെയ്യാമെന്നൊന്ന് നോക്കാം. വീസ്റ്റൺസ് ബ്രിഡ്ജിൽ വി ഹാവ് 4 resistors P, Q, R, S. Okay,
അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, PQRS എന്നുള്ള 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ 4 റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് ആ വീസ്റ്റൺസ് ബ്രിഡ്ജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള 4 റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ആൻസർ, അല്ലെങ്കിൽ ലൈവ് ചാറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടൊന്ന് ചാറ്റ് ചെയ്യൂ. ഈ വീസ്റ്റൺസ് ബ്രിഡ്ജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ആർ ദ 4 റെസിസ്റ്റൻസസ് in this meter bridge circuit? ഓക്കെ, ആൻസർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോട്ടെ. നോക്കട്ടെ ആർക്കൊക്കെ വീസ്റ്റൺസ് ബ്രിഡ്ജ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. നന്നായിട്ട് സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് ഇതിൽ വരുന്ന? വീസ്റ്റൺസ് ബ്രിഡ്ജിൽ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ഇവിടെയും ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള 4 റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? യെസ്, ചെയ്ത് കഴിഞ്ഞോ? നോക്കൂ ഏതൊക്കെയാണ്. നിങ്ങൾ ചെയ്ത ആൻസർ തന്നെയാണോ നോക്കൂ, ശരിയാണോ നോക്കൂ. സി, ഒന്ന് അൺനോൺ റെസിസ്റ്റൻസ് എക്സ്, രണ്ടാമത്തേത് നോൺ റെസിസ്റ്റൻസ് ആർ. ഓക്കെ, ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ റെസിസ്റ്റൻസ് ദാ ഈ ലെങ്ത് ആണ്. വയർ, ദിസ് വയർ ഓഫ് ലെങ്ത് എൽ ഓർ എ ജെ എന്ന വയറിൻ്റെ റെസിസ്റ്റൻസ്. മീറ്റർ ബ്രിഡ്ജ് വയർ ഒരു റെസിസ്റ്റൻസ് ഉള്ള വയറാണല്ലോ. അപ്പോൾ ആ ടോട്ടൽ വയർ ലെങ്ത് AB ആണ്. ആ AB എന്ന വയറിനെ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജോക്കി. ഓക്കെ, AJ ആൻഡ് BJ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റെസിസ്റ്റൻസ് ഇതാണ്, ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ഓഫ് ലെങ്ത് AJ. അപ്പോൾ നാലാമത്തെ ഏതായിരിക്കും? യെസ്, നാലാമത്തെ റെസിസ്റ്റൻസ് ഏതായിരിക്കും? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഓഫ് ലെങ്ത് BJ. ഓക്കെ, അതായത് 100 മൈനസ് എൽ. എന്താ 100 മൈനസ് എൽ എന്ന് എഴുതാൻ കാരണം? ടോട്ടൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ ആണ്, 1 മീറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മളതിന് 100 മൈനസ് എൽ എന്ന് എഴുതിയത്. അപ്പോൾ L ആണ് ബാലൻസിങ് ലെങ്ത് എങ്കിൽ റിമൈനിങ് ലെങ്ത് 100 മൈനസ് എൽ. ഓക്കെ, അപ്പോൾ ഈ AJ BJ, അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ആയില്ലേ? ഏതൊക്കെയാണ്? എക്സ്, ആർ, റെസിസ്റ്റൻസ് ഓഫ് ലെങ്ത് AJ, റെസിസ്റ്റൻസ് ഓഫ് ലെങ്ത് BJ. അപ്പോൾ ഇനി നമുക്കത് P/Q ഈക്വൽ ടു R/S എന്നുള്ള രീതിയിലായിരിക്കൂടെ? ഇതാ PQ RS. ഓക്കെ, മനസ്സിലായില്ലേ? PQRS. അപ്പോൾ യു ക്യാൻ ഡയറക്റ്റ്ലി അപ്ലൈ ദ ഫോർമുല നൗ, റൈറ്റ്? നൗ നമുക്കതിൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്ന് കാണാം. മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻറ്റ്, അപ്പാരറ്റസ്, അതിനുപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു സർക്യൂട്ട് ഡയഗ്രത്തിൽ. എങ്കിലും അതിലുപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് കാണാം. മീറ്റർ ബ്രിഡ്ജിൻ്റെ ഇമ്പോർട്ടൻസ് തിയറിയിൽ മാത്രമല്ല പ്രാക്ടിക്കലിലും അത് യൂസ് ചെയ്യുന്നു. നമ്മുടെ സിലബസിൽ, +2 സിലബസിൽ പ്രാക്ടിക്കലിലെ ഒരു എക്സ്പെരിമെൻ്റാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ അത് തിയറിയും പ്രാക്ടിക്കലും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും വളരെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും കൂടി സഹായകരമാകുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. നോക്കൂ, ആദ്യം നമുക്ക് അപ്പാരറ്റസ് പരിചയപ്പെടാം, അതിനുശേഷം എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് മീറ്റർ ബ്രിഡ്ജ് അപ്പാരറ്റസ്. നിങ്ങൾക്ക് കാണാം 1 മീറ്റർ ലോങ് വയറാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ആൻ അലോയ്, കോൺസ്റ്റൻറ്റൻ ഓർ മാംഗനിൻ അലോയ് കൊണ്ടാണ് ഈ മീറ്റർ ബ്രിഡ്ജ് വയർ ഉണ്ടാക്കിയിട്ടുള്ളത്. Then you have an L-shaped copper strip on one end, and on the other end there is another L-shaped copper strip. മറ്റൊരു കോപ്പർ സ്ട്രിപ്പ് നടുവിലുണ്ട്. നടുവിലുള്ളൊരു കോപ്പർ സ്ട്രിപ്പാണിത്. ഈ മീറ്റർ ബ്രിഡ്ജ് അപ്പാരറ്റസിൽ ദർ ഇസ് എ മീറ്റർ സ്കെയിൽ. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് എ മീറ്റർ സ്കെയിൽ. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുക. ഇത് G1 എന്ന ഗ്യാപ്പാണ്, ആൻഡ് ദിസ് ഇസ് ഗ്യാപ്പ് G2. ദിസ് ഇസ് എ റെസിസ്റ്റൻസ് ബോക്സ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ നോൺ റെസിസ്റ്റൻസ് ഇൻസേർട്ട് ചെയ്യുക. ഇതിലൊരു പ്ലഗ് എടുത്തു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് അതിൽ സർക്യൂട്ടിൽ ഉൾപ്പെടുന്നതാണ്. ദിസ് ഇസ് ഗാൽവനോമീറ്റർ.
used to detect the presence of current. ഇത് ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. ഹൈ റെസിസ്റ്റൻസ് നമ്മൾ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. തിയറിയുടെ സർക്യൂട്ടിൽ ഇതില്ല. ദിസ് ഈസ് വൺ വേ കീ യൂസ്ഡ്. ദിസ് ഈസ് ദി ജോക്കി which is used as a sliding contact, J എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ജോക്കി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുക. ദിസ് ഇസ് ബാറ്ററി എലിമിനേറ്റർ യൂസ്ഡ് ടു സപ്ലൈ കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ്. 2 വോൾട്ട് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. 4, 6 ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ബാറ്ററിയുടെ 2 ടെർമിനൽസ് ആണ് മീറ്റർ ബ്രിഡ്ജ് വയറിലേക്ക് കണക്ട് ചെയ്യുക. ഇതൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയറാണ്. അൺനോൺ റെസിസ്റ്റൻസ് X ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദീസ് ആർ കണക്ഷൻ വയേഴ്സ്. ഇൻസുലേറ്റഡ് കണക്ഷൻ വയറാണ്. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഉള്ളതുപോലെ കണക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാപ്പ് G1 അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ഗ്യാപ്പിൽ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻസേർട്ട് ചെയ്യും. ആവശ്യമെങ്കിൽ 1 ohm ആണ് വേണ്ടതെങ്കിൽ 1 ohm ഉള്ള പ്ലഗ് നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 1 ohm സർക്യൂട്ടിൽ വരും. ഈ എലിമിനേറ്റർ ഉപയോഗിച്ചിട്ട് 2 വോൾട്ട് നമ്മൾ സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ കോൺസ്റ്റൻറ്റ് കറണ്ട് ഇസ് പാസ്ഡ്. ഈ ഭാഗത്ത് ഗാൽവനോമീറ്റർ, ഹൈ റെസിസ്റ്റൻസ് ജോക്കി, മിഡിൽ സ്ട്രിപ്പിൻ്റെ സെൻറ്റർ ടെർമിനലിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസിൽ നിന്നാണ് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തത്. ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ജോക്കി മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ സ്ലൈഡ് ചെയ്യുന്നു. 1 ohm റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നമ്മൾ ആ പ്ലഗ് എടുത്തപ്പോൾ 1 ohm റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് ബോക്സിൽ. ഇനി ജോക്കി മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ സ്ലൈഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഗാൽവനോമീറ്ററിലുള്ള ഡിഫ്ലക്ഷനും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗാൽവനോമീറ്റർ മൂവ്സ് ടു റൈറ്റ്. ഇപ്പോൾ മീറ്റർ ബ്രിഡ്ജ് വയറിൻ്റെ 2 പോയിൻറ്റ്സിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. എയിൽ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കാണെങ്കിൽ ബിയിൽ പ്രസ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇനി ഏത് പോയിന്റിലാണ് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് നോക്കാം. ഇപ്പോൾ ജോക്കി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഹിയർ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. ഈ പോയിന്റിനെയാണ് ബാലൻസിങ് പോയിന്റ് എന്ന് പറയുക. അപ്പോൾ പോയിന്റ് എയിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്, അതാണ് ബാലൻസിങ് ലെങ്ത്. അത് ആ സ്കെയിലിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ബാലൻസിങ് ലെങ്ത്. സോ 1 ohm റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്ത് ബാലൻസിങ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ 2 ohm, 3 ohm അങ്ങനെ റെസിസ്റ്റൻസ് ബോക്സിൽ മാറ്റി കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുക. പിന്നീട് പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ റൈറ്റ് ഗ്യാപ്പ് മീൻസ് ലെഫ്റ്റ് ഗ്യാപ്പിൽ G1 ഗ്യാപ്പിലാണ് അൺനോൺ റെസിസ്റ്റൻസ് ഉള്ളത്. അത് G2ലേക്ക് മാറ്റുക. G2 ഗ്യാപ്പിൽ ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് ബോക്സ് G1 ഗ്യാപ്പിലേക്ക് മാറ്റുക. അതായത് അൺനോൺ റെസിസ്റ്റൻസ് ബോക്സും ഇൻ്റർചേഞ്ച് ചെയ്യുക. വീണ്ടും ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുക. ഇങ്ങനെ കിട്ടുന്ന ബാലൻസിങ് ലെങ്ത്തിൻ്റെ മീൻ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ആ മീൻ വാല്യൂ ഓഫ് ബാലൻസിങ് ലെങ്ത് അതും കിട്ടിക്കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്ത റെസിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ബാലൻസിങ് പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് കണ്ടു. ബാലൻസിങ് ലെങ്ത് എങ്ങനെ കിട്ടിയെന്ന് കണ്ടു. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ജോക്കി where galvanometer shows 0 deflection is called balancing point or null point, and length L is called balancing length. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫോർമുലയിലേക്ക് കടക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നു, അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ X ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അപ്പോൾ P എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് ഓഫ് AJ
അത്രയും ലെങ്ത് വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. വാട്ട് ഈസ് ദാറ്റ് റെസിസ്റ്റൻസ്? RCM ഇൻറ്റു L. RCM എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറിൻ്റെ 1 സെൻറ്റിമീറ്റർ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് RCM എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RCM. അങ്ങനെയാണെങ്കിൽ AJയുടെ ലെങ്ത് L ആണ്. അപ്പോൾ L സെൻറ്റിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RCM ഇൻറ്റു L. അതേപോലെ Q എന്താ? റെസിസ്റ്റൻസ് ഓഫ് BJ. വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു? RCM ഇൻറ്റു 100 മൈനസ് L. ഓക്കെ, RCM ഇൻറ്റു 100 മൈനസ് L. അപ്പോൾ അതാണ് BJയുടെ റെസിസ്റ്റൻസ്. ഇനി യു ക്യാൻ ഡയറക്റ്റ്ലി അപ്ലൈ ദ ഫോർമുല P/Q ഈക്വൽ ടു R/S. Pക്ക് പകരം RCM ഇൻറ്റു L ഡിവൈഡഡ് ബൈ Qന് പകരം RCM ഇൻറ്റു 100 മൈനസ് L ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ R. സോ യു ഗെറ്റ് X ഈക്വൽ ടു RL ഡിവൈഡഡ് ബൈ 100 മൈനസ് L. ഓക്കെ, അപ്പോൾ ആ സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഏത് സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. X is equal to RL divided by 100 minus L. Where ഓരോന്ന് എന്താണെന്ന് അറിയണം. X unknown resistance, R the known resistance in the resistance box, L balancing length. Okay. ഇനി ഒരു ക്വസ്റ്റ്യൻ. Why this apparatus is known as meter bridge? Okay. വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന, പ്രാക്ടിക്കലി നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഈ അപ്പാരറ്റസ്, വൈ ഇറ്റ് ഈസ് നോൺ ആസ് മീറ്റർ ബ്രിഡ്ജ്? കമൻറ്റ് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Thank you.